ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. എന്നോട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് ഫുള്ളിടുമെന്ന്. ഫുള്ളിടാൻ ശ്രമിക്കുക കേട്ടോ, ഒരു ദിവസം ഫുള്ളിടാം. അപ്പോൾ രാവിലെ തന്നെ ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഒരു കുളിർമയെല്ലാം ഉണ്ടായിരുന്നു. നല്ല രാവിലെ എണീച്ചപാടെ നല്ല തണുപ്പെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ചെടിക്കെല്ലാം വന്നിരുന്ന് പിന്നെ അതിന് ശേഷം പിന്നെ അലക്കാനുള്ള തുണിയെല്ലാം ഇട്ട് കേട്ടോ. അന്നേരം അന്ന് പൊരിഞ്ചി മാറ്റിയിട്ട് പോകുന്നതുണ്ട്. അപ്പോൾ കുറച്ച് സമയം അവിടെ വന്ന് ചെടിക്ക് അവിടെ വന്നിരുന്നേ. ആദ്യം പിന്നെ ഇവർ പോകുന്നത് നോക്കി നിന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അലക്കേണ്ട തുണി ഉണക്കി ആറിടേണ്ട പരിപാടി നോക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ എല്ലാ തുണിയും ഉണക്കിയിട്ട് ആറിയിടുമെന്ന്. അപ്പം മഴ കിട്ടിയോണ്ടാണെന്നറിയില്ല, ഇന്ന് എന്തെന്നില്ലാത്ത ഒരു കുളിർമയും ഒരു എന്താ പറയുക ഉന്മേഷമെല്ലാം ഉണ്ട് കേട്ടോ. ചൂട് കുറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു. അപ്പം പെട്ടെന്ന് രാവിലെ തന്നെ എണീച്ചിട്ട് രാവിലെ എണീച്ച് വേഗം പണിയെല്ലാം ഒരുക്കിനാട്ടാ. അപ്പോൾ അലക്കെല്ലാം വേഗം തന്നെ കഴിഞ്ഞേ. പിന്നെ അടിച്ച് വരാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഇവിടുത്തെ മുറ്റം കുഞ്ഞിയായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അടിച്ച് വാരി തീരുമെന്ന് പ്രതീക്ഷിക്കാം. ഞാൻ ഈ മുമ്പിലും പിന്നെ ആ ഒരു സൈഡും മാത്രമേ അടിച്ച് വരുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ ചുറ്റുമൊന്നും ഞാൻ ഇപ്പോൾ തൽക്കാലം അടിച്ച് വരുന്നില്ല. അതെല്ലാം അടിച്ച് വാരിയൊക്കെ പിന്നെ അടുക്കള പണിയൊന്നും നടക്കില്ല. അതുകൊണ്ട് മുമ്പിലത്തതും പിന്നെ ആ ഒരു സൈഡും മാത്രം, ഇറങ്ങി വരുന്ന ഒരു സൈഡും മുമ്പിലും മാത്രമേ ഇപ്പോൾ അടിച്ച് വരുന്നുള്ളൂ കേട്ടോ. മിറ്റെല്ലാം അടിച്ച് വാരി കഴിഞ്ഞപ്പം നേരെ വന്ന് അകത്തുണ്ട് നല്ല എന്താ പറയുക അതുകൂട്ട തിന്നിട്ട് മമ്പയർ പൊതിച്ചതുണ്ടേനെ രാവിലെ. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് അവന് ആടിയിടെയെല്ലാം വേറിയിട്ടിട്ടേനും. അപ്പോൾ ഞാൻ ചെന്നാൽ പിന്നെ കൈയോടെ അകവും കൂടി അടിച്ച് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം മഴ പെയ്തുകൊണ്ട് നല്ലോണം മണ്ണും നമ്മളെ സിമെൻറ്റ് പൊടിയെല്ലാം നല്ലോണം പോയിട്ടുണ്ട്. നല്ലോണം ഒലിച്ച് പോയി മിറ്റെല്ലാം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അകം അടിച്ച് വരുമ്പോൾ ഇന്ന് അത്ര വലിയ പറയത്തക്ക വിധത്തിലുള്ള പൊടികളൊന്നുമില്ല കേട്ടോ. ഇല്ലയെന്നല്ല, ഉണ്ട്. എന്നാലും ഈ പാറുന്ന പോലത്തെ പൊടി അത് സിമൻറ്റ് പൊടി പോലത്തെ പൊടി അതില്ല. അപ്പോൾ നല്ലോണം അടിച്ച് വരട്ടെ. ഇവൻ്റെ ഈ ഒരു കളിപ്പാട്ടം പൊറിക്കാലും തീരാത്ത കളിപ്പാട്ടാണ്. ഏറ്റവും മടുപ്പ് വരുന്ന ഇതാണ് കേട്ടോ. ഇപ്പം ഞാൻ അവനെ കൊണ്ട് തന്നെ പൊറിക്കിച്ച് വെക്കലാണ്. അവനോട് തന്നെ പറയും എടുത്ത് വെക്ക്. അപ്പോൾ പറയുന്ന മെല്ലനെയെങ്കിലും ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേതിയെല്ലാം അടിച്ച് വാരി കേട്ടോ. ചേതിക്ക് മഴ പെയ്തുകൊണ്ട് തന്നെ അത്ര വലിയ പൊടിയൊന്നും ചേതിക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് വേഗം അടിച്ച് വാരി ഒന്ന് വൃത്തിയാക്കി. പിന്നെ വാഷ് ബേസ് ഒന്ന് കഴുകി വൃത്തിയാക്കി. പിന്നെ കണ്ണാടി കണ്ടാൽ പിന്നെ ക്യാമറ നോക്കി പിടിച്ച് ആടിയെങ്കിലായിട്ടുണ്ടാവും ഞാൻ. അപ്പോൾ അതെല്ലാം നല്ലോണം ഉരച്ച് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കൊണ്ട് പുറമെ പിന്നെ അത് കഴുകിയതിന് ശേഷം പിന്നെ ആ വെള്ളം തെച്ച് നിലത്തേനുണ്ടായത് കേട്ടോ. കഴുകിയ വെള്ളം തെച്ച് നിലത്ത് മറിഞ്ഞു. പിന്നെ അപ്പോൾ നിലവൊന്നും നല്ലോണം വൃത്തിയിലെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയെല്ലാം ഒന്ന് അടിച്ച് വൃത്തിയാക്കി. ഇന്ന് അച്ചമ്മയാണ് തീ പൊതിച്ചിട്ടുണ്ടായത്. അച്ചമ്മ രാവിലെ തന്നെ വേഗം തീ പൊതിച്ച് വെള്ളവും തിളച്ച് അരിയെല്ലാം അച്ചമ്മ തന്നെ ഇട്ടത് കേട്ടോ. അപ്പം അതുകൊണ്ട് ചോറ് അടുപ്പത്തായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം കഴിയുമ്പോഴേക്കും അടിച്ച് വാരി വൃത്തിയാക്കെല്ലാം കഴിയുമ്പോഴേക്കും എനിക്കിനി കറി വെക്കേണ്ടതോ വറവിനോ അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ പണിയേ ഉള്ളൂ.
പാചകത്തിൻ്റെയാണ്. ഇനി ബാക്കി തുടക്കും വേണം, ഒന്ന് ജസ്റ്റ് ഒന്ന് തുടക്കാനുണ്ട്. അതിന് ഇത് കഴിഞ്ഞിട്ട് നമ്മളെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. പിന്നെ ഇതാ ഈ ഗ്യാസിൻ്റെ മേലെയുള്ളതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ. അതെല്ലാം നല്ല എപ്പം നമ്മൾ മെഴുക്ക് കടുകെല്ലാം പൊട്ടുന്നുള്ള ആ വെളിച്ചെണ്ണയിൽ തെറിച്ച ആ ഒരു മെഴുക്ക് എപ്പം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഇതിനെ കൊണ്ടൊന്ന് കഴുകി വൃത്തിയാക്കി കേട്ടോ. പിന്നെ എല്ലാം ഒന്ന് ആ ഒരു മുലക്ക് നല്ലോണം എന്താ പറയുക, ഈ ഉപ്പ് വെക്കുന്നുണ്ട്, ഉപ്പിൻ്റെ വെള്ളം ഇങ്ങനെ ഇറങ്ങുന്ന പോലെ തോന്നേ, വെള്ളം പോലെ ഒരു ഉണ്ടാവും. പിന്നെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇതുണ്ടാകുന്നത്, ഈ മെഴുക്ക്. വെളിച്ചെണ്ണയിൽ ആ സൈഡ് വെക്കുന്നതുകൊണ്ട് അവിടെയും നല്ലോണം മെഴുക്കുണ്ടാവും. അപ്പം നല്ലോണം സോപ്പിട്ടിട്ട് അവിടെ ഒന്ന് തേച്ചൊന്ന് വൃത്തിയാക്കി കേട്ടോ. ഇന്നെന്താണെന്നറിയില്ല, അടുപ്പ് കത്തുന്നുണ്ടോ എന്നൊരു ബോധം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ തീ പൊതിച്ചാൽ എനിക്കൊരു ബോധം ഉണ്ടാവും. പക്ഷേ ഇന്നങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ വേഗം പോയിട്ട് തീയെല്ലാം ഒന്ന് കത്തിച്ച് പിന്നെ ചോറ് വെന്തോന്നെല്ലാം നോക്കിന കേട്ടോ. അപ്പോൾ പിന്നെ വറവിനുള്ളത് മുറിച്ചിടാമെന്ന് വിചാരിച്ച് അന്നേരം അടുത്തൂട്ടം വന്ന് മുട്ടായി ഉണ്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ ഇനടക്കാറ്റും വെച്ചൊരു മുട്ടായി ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് അവന് കൊടുത്തു കേട്ടോ. പിന്നെ വറവ് കോട്ടപ്പയറാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായൊരു ഒരു മുരിങ്ങ ഉണ്ടായിരുന്നേ. അപ്പോൾ അതും ഇതും രണ്ടും കൂടിയിട്ട് ഒപ്പരം മുറിച്ചിട്ട്, കോട്ടപ്പയർ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, അതും രണ്ടും കൂടി ഒപ്പരായിട്ട് വറുത്ത് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങ ചിരണ്ടി, അത് വറവിനും പിന്നെ മീൻ കറിക്കും വേണ്ടിയിട്ട് രണ്ടും കൂടി ഒപ്പരം അങ്ങ് ചിരണ്ടി വെച്ചിട്ടുണ്ട്. വറവ് അങ്ങനെ അടുപ്പത്താക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പച്ചമുളകാണ് മുറിച്ചിട്ടിച്ച്, മുളക് പൊടിയിട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് മീൻ കിട്ടിയത് ചരുവാണേ. എനിക്ക് ഈ ചരു മുറിക്കുന്ന ഇഷ്ടമല്ല. ഞാൻ കുറേ മീനെല്ലാം ചാടും ചരുവാണെങ്കിൽ. മുറിക്കാൻ പറ്റാത്ത മീനെല്ലാം ഉണ്ടാവില്ലേ ചരുവിൽ, അതിൽ ഞാൻ കുറേയെല്ലാം അങ്ങ് ചാടും. അപ്പോൾ എനിക്ക് പറ്റുന്ന മീൻ മാത്രമേ ഞാൻ എടുക്കൂ ചരുന്ന്. അപ്പോൾ അതിനകത്ത് കുറച്ച് എനിക്ക് പറ്റുന്ന മീനിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി കറി വെക്കണിനി. തേങ്ങ അരച്ചിട്ട് ആണ് വെക്കുന്നത്. ഇത് മാങ്ങിയിട്ട് വെച്ച നല്ല രസമുണ്ടാവും ഈ ചെറുമീൻ. ഇത് അടുപ്പത്താക്കിയിട്ടുണ്ട് കേട്ടോ. കറി അരവെല്ലാം കൂട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത തുടക്കൽ പരിപാടിയിലേക്ക് കിടന്നിട്ടുണ്ട്. കളിപ്പാട്ടെല്ലാം ഒന്ന് അങ്ങോട്ട് നീക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ റൂം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അന്ന് തുടച്ച് നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ട്. പണിയെല്ലാം കഴിഞ്ഞ് പോയി ഒരു 5 മിനിറ്റ് ഇരുന്ന് കേട്ടോ. ആയിരിക്കുമ്പോൾ പിന്നെ എന്തെങ്കിലും കടിക്കാൻ വേണ്ടേ,
അപ്പോൾ ഈ കിഴങ്ങ് വറുത്തതുണ്ടേനെ അപ്പോൾ അതെടുത്ത് കടിക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൂട്ടൻ എന്തോ ഷാടിയും പിടിച്ചിട്ട് കട്ടുമ്പോൾ പോയിട്ട് ഒരേ കിടന്ന് കരയുന്നുണ്ട്. എന്തിനോ അവനും അറിയില്ല എന്തിനാന്ന്, എനക്കും അറിയില്ല എന്തിനാണ് ഷാടിയും പിടിക്കുന്നത്. ലാസ്റ്റ് അവസാനം ഇങ്ങനെയെല്ലാം സോപ്പിട്ട് ഇങ്ങോട്ട് വിളിച്ച് ലാസ്റ്റ് അത് തിന്നാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.